മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ ഒരാൾക്കും പൊന്നാനിയിൽ 3 പേർക്കുമാണ് മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് രമ്യാദാസ് ചേരുന്നു. രമ്യ, മലപ്പുറത്തെ സാഹചര്യങ്ങൾ ആശങ്കാജനകമാണോ? എന്താണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും നൽകുന്ന വിവരങ്ങൾ? ലക്ഷ്മി, നിലവിൽ മലപ്പുറത്ത് ആശങ്കപ്പെടുന്ന സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ 4 പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ ഒരാൾക്കും പൊന്നാനിയിൽ 3 പേർക്കുമാണ് മലമ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പൊന്നാനിയിൽ രോഗം റിപ്പോർട്ട് ചെയ്ത മൂന്ന് പേരും സ്ത്രീകളാണ്. നിലമ്പൂരിൽ മലമ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു അതിഥി തൊഴിലാളികൾക്കാണ്. ഇവർ 4 പേരും ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. കൂടാതെ തന്നെ പ്രദേശത്ത് നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ആശാപ്രവർത്തകർ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇവരെ പ്രത്യേക സംഘങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഗൃഹസന്ദർശനം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കൂടുതൽ രോഗികൾ ഇത്തരത്തിൽ മലമ്പനി ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ, അതായത് പനി ബാധിച്ച് 1 മാസത്തിനുള്ളിൽ വന്ന രോഗികളോട് രക്തം ഉൾപ്പെടെ പരിശോധിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷ്മി, സംസ്ഥാനം പകർച്ചവ്യാധികളുടെ പിടിയിലാണ് എന്ന ആക്ഷേപം പ്രതിപക്ഷമടക്കം ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടി, അത്തരത്തിൽ പനിക്കണക്കുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടി പുതിയ വാർത്ത വരുന്നത് മലപ്പുറത്ത് നിന്ന് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. നിലമ്പൂരിൽ ഒരാൾക്കും പൊന്നാനിയിൽ 3 പേർക്കുമാണിപ്പോൾ മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് മലപ്പുറത്ത് എന്നാണ് അവിടെ നിന്നുള്ള ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. രമ്യാദാസാണ് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.